Today's word of God is from John chapter 11 verses 43 to 44. The raising of Lazarus. He cried out in a loud voice, "Lazarus, come out." The dead man came out, tied hand and foot with burial bands, and his face was wrapped in a cloth. So Jesus said to them, "Untie him and let him go." The sisters of Lazarus, Martha and Mary of Bethany, did not complain or become angry with Jesus Christ for arriving late. Instead, they expressed strong faith in him, saying, "If you had been there, my brother would not have been died." The raising of Lazarus revealed Jesus' power over death and his ability to bring new life. Lord Jesus, enter into our dead situations and conditions, heal us, free us from all that binds us, and lead us into the fullness of new life in you. Amen. ഇന്നത്തെ വചനവായന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 11 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ. ലാസറിനെ ഉയർപ്പിക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, "ലാസറേ, പുറത്തു വരിക." അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, "അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ." മരിച്ചുപോയ ലാസറിന്റെ സഹോദരിമാർ മാർത്തയും മറിയവും തങ്ങളുടെ കുടുംബത്തിന്റെ ഉറ്റ സുഹൃത്തായ ഈശോയോട് എന്തുകൊണ്ടാണ് ഇത്രയും താമസിച്ചു വന്നത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുത്താതെ കുറ്റപ്പെടുത്താതെ ആ 2 സഹോദരിമാരും കൃത്യമായി ഈശോയോട് വളരെ വിശ്വാസത്തോടു കൂടി പറയുന്നു, "കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞാങ്ങളെ ലാസർ മരിക്കുകയില്ലായിരുന്നു." ഈശോ പറഞ്ഞു, "ശവകുടീരത്തെങ്കിൽ വച്ചിരിക്കുന്ന ആ കല്ലെടുത്തു മാറ്റുവിൻ." അപ്പോൾ മാർത്ത പറഞ്ഞു, "കർത്താവേ, ലാസർ മരിച്ചിട്ടത് 4-ാം ദിവസമാണ്. ഇപ്പോൾ ശരീരം അഴുകിത്തുടങ്ങി ദുർഗന്ധം വമിക്കുന്നുണ്ടായിരിക്കും." ഈശോ അവളോട് പറഞ്ഞു, "വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ?" ഈശോ നമ്മളോടും പറയുന്നു, "ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും." ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ മരിച്ചു ജീർണിച്ച നിർജീവ അവസ്ഥകളിലേക്ക് അങ്ങയുടെ പുതുജീവൻ പകരണമേ. സെന്റ് നിക്കോളാസ് ഓവൻ, പ്രേ ഫോർ us. ആവേ മരിയ, പ്രൈസ് യു ജീസസ്. ആമേൻ.